ഡിയേഴ്സ്, എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോന്റെ ബാക്കി ഭാഗത്തിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇവിടെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തിരുന്നത്. ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഡീസ് എന്ന് പറഞ്ഞിട്ട് ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്താണ് നമുക്ക് ചെയ്യാം അല്ലെ. നമ്മൾ ഡിറ്റർമിനന്റിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. അതിലൊരു പ്രോപ്പർട്ടിയാണ് ഏതെങ്കിലും രണ്ട് റോസോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളങ്ങളോ ഈക്വൽ ആണ്, അല്ലെങ്കിൽ അവർ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്, അങ്ങനെ ഞാൻ വന്നാൽ പ്രൊപ്പോർഷണൽ ആണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ആ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താണെന്നാണ്, സീറോ ആണെന്നാണ്. ഏതെങ്കിലും രണ്ട് റോസോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളങ്ങളോ ഈക്വൽ ആവുകയോ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആവുകയോ, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ, ഒരു റോയുടെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ് മറ്റൊരു റോ, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയാ, പ്രൊപ്പോർഷണൽ എന്ന് പറയാം. അപ്പൊ റോസോ കോളങ്ങളോ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സുകളുടെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും, സീറോ ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് റോ ഈസ് 1 0 -1 1. ഫസ്റ്റ് റോ നോക്കൂ, 1 0 -1 1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ. അപ്പൊ അതുപോലെ നമ്മൾ തേർഡ് റോ നോക്കൂ, 1 0 -1 0 -1 1. രണ്ട് റോസും ഫസ്റ്റ് ആൻഡ് തേർഡ്, ഫസ്റ്റ് റോയും തേർഡ് റോയും സെയിം ആണ്. ആ രണ്ട് റോസ് എന്താണ്, സെയിം ആണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും രണ്ട് റോസ് സെയിം ആയി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിറ്റർമിനന്റിന്റെ വാല്യൂ സീറോ ആയിരിക്കും. അപ്പൊ നിങ്ങളത് കമ്പ്യൂട്ട് ചെയ്യാൻ പോകേണ്ട ആവശ്യം പോലും ഇല്ല. ഒറ്റ പ്രോപ്പർട്ടി കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതൊന്ന് സ്ട്രൈക്ക് ആവണമെന്നേ ഉള്ളൂ ചെയ്യുമ്പോൾ. ചിലര് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഡിറ്റർമിനന്റ് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കും. ഒരുപാട് സമയം നിങ്ങൾക്ക് വെറുതെ നഷ്ടപ്പെടും. ചിലപ്പോൾ ആൻസറിലേക്ക് എത്തണം എന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് അതിൽ ഹിഡൻ ആയി കിടക്കുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നോക്കുക. ഇത് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് കൊണ്ട് അയാൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. സോ അത്രയും സമയം നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് അതിന്റെ ഒരു എന്താ പറയണ്ട, ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്, നല്ല വശം എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആയിരിക്കും. സമയം വെറുതെ നമ്മൾ കൊണ്ടുപോയിട്ട് കളയും. ഓക്കെ, റെഡിയാണ്. ഇടാ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ദിസ് മെട്രിക്സ്? ഈ തന്നിരിക്കുന്ന മെട്രിക്സ് 4 0 -1 0 7 -2 0 0 3, ഈ തന്നിട്ടുള്ള മെട്രിക്സിന് താഴെ തന്നിട്ടുള്ള ഏതാണ് ശരിയായിട്ടുള്ളത്? പറയുന്നു ഡയഗണലൈസബിൾ ആണ്, റാങ്ക് 2 ആണ്, സിമെട്രിക് ആണ്, നോട്ട് ഇൻവേർട്ടിബിൾ ആണ്. അവിടെ നിൽക്കട്ടെ. ഈ തന്നിട്ടുള്ള മെട്രിക്സിന് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ തന്നിട്ടുള്ള മെട്രിക്സ് നോക്കൂ, ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ സീറോ ആണ്, 0 0 0. ഇതൊരു ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്, അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്, അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. ഇത് സംശയമുണ്ടോ കാര്യത്തിൽ? ഡയഗണലിന്റെ മുകളിലേക്ക് മാത്രമേ നോൺ സീറോ എൻട്രീസ് വരുന്നുള്ളൂ. ഡയഗണലിന്റെ മുകളിലേക്ക് മാത്രമേ നോൺ സീറോ എൻട്രീസ് വരുന്നുള്ളൂ. താഴെ കംപ്ലീറ്റ് സീറോ ആണ്. അപ്പൊ ഇതൊരു അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. അപ്പൊ ഒരു ട്രയാങ്കുലാർ മെട്രിക്സ് അല്ലെങ്കിൽ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സോ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സോ ആയിക്കോട്ടെ, ഏതൊരു ട്രയാങ്കുലാർ മെട്രിക്സിന്റെ കേസിലും അതിന്റെ ഐഗൺ വാല്യൂസ് എന്നാൽ ആരാന്നറിയോ? ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസ് ആണ്. ഡയഗണൽ എൻട്രീസ് ആണ്. ഡയഗണൽ മെട്രിക്സ് ആണെങ്കിലും ട്രയാങ്കുലാർ മെട്രിക്സ് ആണെങ്കിലും അവരുടെ ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ഡയഗണൽ എൻട്രീസ് ആണ്. അപ്പൊ ഇവിടെ ഡയഗണൽ എൻട്രീസ് എടുത്ത് നോക്കുക, 4 7 and 3. ആരാണ് ഡയഗണൽ എൻട്രീസ്? 4 7 3. അവരാണ് ആര്? ഐഗൺ വാല്യൂസ്. അപ്പൊ ഈ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് ആരാന്ന് ചോദിച്ചാൽ 4 7 3 ആണ്. ഏതെങ്കിലും മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ് എങ്കിൽ, ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ് എങ്കിൽ, വ്യത്യസ്ത ഐഗൺ വാല്യൂസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ, ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് 3 അല്ലെങ്കിൽ എത്രണ്ണം ഉണ്ടോ അതൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, വ്യത്യസ്തമാണ് എങ്കിൽ നമുക്ക് പറയാം ആ മെട്രിക്സ് ഡയഗണലൈസബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ തന്നിട്ടുള്ള മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് 4 7 3, ഇത് അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആയതുകൊണ്ട് അത് തന്നെയാണ് അവരുടെ ഐഗൺ വാല്യൂസ്. എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ മെട്രിക്സ് എന്താണെന്ന് പറയാം? ഡയഗണലൈസബിൾ ആണെന്ന് പറയാം. ആൻസർ കിട്ടിക്കഴിഞ്ഞു. ബാക്കിയും കൂടി ഒന്ന് നോക്കിയേക്കാം. റാങ്ക് 2 ആന്ന് പറയുന്നു, ഇവിടെ റാങ്ക് 3 ആണ്. കാരണം ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് എത്ര പേരുണ്ട്? 3 പേരുണ്ട്. സോ റാങ്ക് 3 ആണ് ഈ മെട്രിക്സിന്റെ. റാങ്ക് 3 ആണ് കേട്ടോ, റാങ്ക് 3 ആണ്. ഓക്കെ, റാങ്ക് 3 ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഇവിടെ 4 7 3 ആണ് ഐഗൺ വാല്യൂസ്. സോ നമുക്ക് ഡിറ്റർമിനന്റ് കാണാൻ പറ്റും. ഡിറ്റർമിനന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ആണ് ഡിറ്റർമിനന്റ്. സോ 4 × 7 × 3 it is not equal to 0. ഇത് 0 അല്ലാത്ത ഡിറ്റർമിനന്റ് ആണ്. സോ ഇൻവേർട്ടിബിൾ ആണ്. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻവേർട്ടിബിൾ ആണ് മെട്രിക്സ് കേട്ടോ, ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഡിറ്റർമിനന്റ് 0 അല്ല എങ്കിൽ മെട്രിക്സ് എന്താ പറയട്ടെ, ഇൻവേർട്ടിബിൾ ആണ്.
സോ റാങ്ക് 3 ആയിരിക്കും ആ കേസിൽ. ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെങ്കിൽ 3/3 മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ റാങ്ക് എന്തായിരിക്കും? 3 ആയിരിക്കും. സിമെട്രിക് അല്ലാന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും. കാരണം ഇവിടെ -1 ഇവിടെ 0 ആണ്. അത് രണ്ടും ഈക്വൽ ആയിരിക്കണമായിരുന്നു. -2ഉം 0യും രണ്ടും ഈക്വൽ ആവണമായിരുന്നു. സോ ഇവിടെ ഇതെന്തല്ലാന്ന് പറയാം? സിമെട്രിക് അല്ല എന്ന് പറയാം. ഒരു മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും അത് തലതിരിച്ചിട്ടാൽ കിട്ടുന്ന മെട്രിക്സും സെയിം ആണ്, എക്സാക്ട്ലി സെയിം ആണെങ്കിലേ നമ്മൾ അതിനെ സിമെട്രിക് എന്ന് പറയുള്ളൂ. ഈ തന്നിട്ടുള്ള മെട്രിക്സ് തലതിരിച്ചിട്ടാൽ ഇത് തന്നെ കിട്ടത്തില്ല. സോ 3 ഓപ്ഷനും തെറ്റാണ്. മൂന്നാമത്തെ ആൻസർ ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, റെഡി ആണേടാ? അടുത്ത ചോദ്യം, the system of equation x plus 2y minus z is equal to 4, 2x minus z is equal to 1 and x minus 2y equal to -3 has a unique solution, no solution, infinitely many solutions, none of the above. അപ്പൊ നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. ഈക്വേഷൻസ് ഒന്നാമത്തത് x plus 2y minus z equal to 4, രണ്ടാമത്തത് 2x minus z equal to 1 എന്നാണ്. y അവിടെ കാണാത്തത് കൊണ്ട് yക്ക് നമ്മൾ കോയിഫിഷ്യന്റ് 0 ഇട്ട് കൊടുക്കുക. 2x plus 0y minus z equal to 1. മൂന്നാമത്തെ ഇക്വേഷൻ x minus 2y, സെറ്റ് ടേം കാണുന്നില്ല, അതുകൊണ്ട് z-ന് കോയിഫിഷ്യന്റ് 0 കൊടുക്കാം. 0z equal to -3. ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇതിന്റെ കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ എഴുതണം. ഓഗ്മെന്റഡ് മെട്രിക്സ്, കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ ആദ്യം എടുത്ത് എഴുതണം. അതായത് ഇവിടുത്തെ കോയിഫിഷ്യൻസിനെ എടുത്ത് ലിസ്റ്റ് ചെയ്യാം. എക്സിന്റെ കോയിഫിഷ്യന്റ് 1, വൈയുടേത് 2, സെറ്റിന്റേത് -1. സോ 1, 2, -1 ഈ കോൺസ്റ്റന്റ് ടേം ഇതിന് നേരെ ചെയ്ത 4. ഒരു വര വരച്ചിട്ട് കേട്ടോ, ഒരു വര അവിടെ വരയ്ക്കണേ. ഓക്കെ, ഇത് കോൺസ്റ്റന്റ് ടേംസ് ആണ്, ഇതൊക്കെ കോയിഫിഷ്യൻസ് ആണ്. ഒരു വര അവിടെ അങ്ങനെ വരയ്ക്കണം. രണ്ടാമത്തത് കോയിഫിഷ്യൻസ് നോക്കൂ, എക്സിന്റേത് 2, വൈയുടേത് 0, സെറ്റിന്റേത് -1. അപ്പൊ 2, 0, -1 കോൺസ്റ്റന്റ് ആയ 1 കൂടെ ചേർത്ത് ചെയ്ത 2, 0, -1 ആൻഡ് 1. മൂന്നാമത്തെ റോ നോക്കൂ, മൂന്നാമത്തെ ഇക്വേഷൻ നോക്കൂ. എക്സിന്റേത് 1, വൈയുടേത് -2, സെറ്റിന്റേത് 0. സോ 1, -2, 0 ആൻഡ് കോൺസ്റ്റന്റ് ടേം ഈസ് -3. ഇതാണ് നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് കറസ്പോണ്ടിങ് ടു ദിസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഈ 3 ഇക്വേഷന് കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് ഇപ്പൊ നമ്മൾ നിലവിൽ വരച്ചിട്ടുള്ളത്. ഇതിന്റെ റോ റെഡ്യൂസ്ഡ് എഷ്ലോൺ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എയുടെ റാങ്ക് എന്താണ്, എ ബിയുടെ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് എന്താണെന്ന് നോക്കണം. അതിന്റെ അനുസരിച്ചിട്ടാണ് ഇതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. എന്തായാലും നൺ ഓഫ് ദ എബോ ആയിരിക്കില്ല, അതുകൊണ്ട് ഞാനത് വെട്ടി. ഓക്കെ, നമുക്ക് ഇതിന്റെ റോ ഒന്ന് റെഡ്യൂസ് ചെയ്യാം, എഷ്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഈ സെക്കൻഡ് റോയിലെ ഫസ്റ്റത്തെ എൻട്രി ആയ ഈ 2വിനെയും ഈ തേർഡ് റോയിലെ ഫസ്റ്റത്തെ എൻട്രി ആയ 1നെയും എന്താക്കാൻ പോവാണ്? 0 ആക്കാൻ പോവാണ്. കാരണം ഓൾറെഡി ഇവിടെ ഫസ്റ്റത്തെ എൻട്രി 1 ആയി കിടക്കുവാണ്. 1 അല്ലെങ്കിൽ അതിനെ 1 ആക്കാൻ വേണ്ടി നോക്കുക. 1 ആക്കിയതിനു ശേഷം മാത്രം അതിന്റെ അടിയിൽ കിടക്കുന്ന രണ്ടുപേരെ എന്തിലേക്ക് കൊണ്ടുപോവുക? 0ലേക്ക് കൊണ്ടുപോവുക. ഇവിടെ ഓൾറെഡി 1 ആണ്, അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിനെ റോ ട്രാൻസ്ഫോർമേഷനിലൂടെ ആ രണ്ടുപേരെ 0 ആക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഞാൻ രണ്ടാമത്തെ റോ R2ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? R2ല് ഫസ്റ്റത്തെ ആള് 2, അയാൾ എനിക്ക് എന്താക്കണം? 0 ആക്കണം. അപ്പൊ എനിക്കറിയാം 2വിൽ നിന്ന് 2 മൈനസ് ചെയ്താലേ എനിക്ക് 0 കിട്ടുള്ളൂ. മുകളിൽ 1 ആണല്ലോ, 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 2 കിട്ടും. അപ്പൊ 2 - 2 എനിക്ക് 0 ആക്കാൻ ഞാൻ കൊടുക്കുന്ന ഓപ്പറേഷൻ ഇതാണ്. R2നെ ഞാൻ എന്ത് ചെയ്യും? R2 - 2 R1. ഇത് എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ ഇയാളെ 0 ആക്കണം. അതിനു വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ കൊടുക്കുന്നത്. R2ൽ എന്ത് മാറ്റം വരുത്തുന്നു? R2ലുള്ള റോയിലുള്ള സെക്കൻഡ് റോയിലുള്ള ഓരോരുത്തരെയും ഞാൻ ഫസ്റ്റത്തെ റോയിലുള്ള ഓരോരുത്തരുമായി 2 മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ അതിൽ നിന്ന് ഞാൻ മൈനസ് ചെയ്യുന്നു. സെക്കൻഡ് റോയിലുള്ള ഓരോരുത്തരിൽ നിന്നും ഫസ്റ്റത്തെ റോനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അതായത് ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ റോയില് 1 ആണ്. 1 × 2 ചെയ്യണം. ഫസ്റ്റത്തെ റോ × 2 ചെയ്യുമ്പോൾ നമുക്ക് 1 × 2 2 എന്ന് കിട്ടും. നമ്മുടെ സെക്കൻഡ് റോയിലെ 2ൽ നിന്നും 2 ഞാൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ 2 - 2 എനിക്ക് എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. സോ ഈ എൻട്രി 0 ആക്കാനാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ കൊടുത്തത്. ഇതേപോലെ എനിക്ക് ഇവിടെ 1 ആണല്ലോ, ഇയാളെ 0 ആക്കാൻ ഇത്രയും ചെയ്താൽ മതി. ഫസ്റ്റത്തെ റോയെ തേർഡ് റോയിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. 1 - 1 0 ആണല്ലോ. സോ തേർഡ് റോയിൽ നിന്നും ഫസ്റ്റ് റോ മൈനസ് ചെയ്യുക. അപ്പൊ ഓപ്പറേഷൻ ഇതാണ്. R3ന് എന്ത് ചെയ്യുന്നു? R3ൽ നിന്നും R1 അങ്ങോട്ട് മൈനസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ 1 എനിക്ക് 0 ആക്കാം. അപ്പൊ ഈ 2 ഓപ്പറേഷൻ ഞാൻ ഇവിടെ ചെയ്യാൻ പോവാണ്. ഫസ്റ്റത്തെ റോയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. സെക്കൻഡ് ആൻഡ് തേർഡ് റോയിലാണ് മാറ്റം വരുത്തുന്നത്. ഫസ്റ്റത്തെ റോയെ അതുപോലെ തന്നെ കൊടുക്കുക. 1, 2, -1 ആൻഡ് 4. അടുത്ത നോക്കൂ, 2 എന്തായി മാറും? 2 എന്തായി മാറും നോക്കിയോ? 2ക്ക് എന്ത് സംഭവിക്കും? 2 മൈനസ് R2ലുള്ള 2ക്ക് എന്ത് സംഭവിക്കും? 2 എന്താവുന്നു? 2 - 2 × R1. 2ന് നേരെ മുകളിലുള്ള ഫസ്റ്റ് റോയിലെ എൻട്രി 1 ആണ്. സോ 2 × 1 കൊടുക്കുക. 2 - 2 = 0. സോ 2 എന്തായി മാറും? 0 ആയിട്ട് മാറും. അടുത്തത് 0 ആണ് നമ്മുടെ R2ലെ രണ്ടാമത്തെ എൻട്രി. സോ 0ക്ക് എന്ത് സംഭവിക്കും? 0 × 0 - 2 × 0ക്ക് തൊട്ട് മുന്നേ ഉള്ളത് ആരാ? 2.
2 കൊടുക്കുക. അപ്പം 0 - 2 × 2 നമുക്ക് -4 എന്ന് കിട്ടും. അപ്പൊ 0ക്ക് പകരം ആര് വരും? -4 വരും. അടുത്തത് റോ 2ലുള്ളത് -1. -1ന് എന്ത് സംഭവിക്കുന്നു നോക്കോ, ഞാൻ ഇവിടെ ചെയ്യാം. -1 implies -1 - 2 × -1 - 2 × ഇവിടെ ഉള്ളതാരാ? റോ 1ൽ -1ന് കറസ്പോണ്ടിങ് റോ 1ലുള്ളത് -1 ആണ്. സോ -1 ചെയ്യാം. എന്ത് വരും? -1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു +1. +1 കൊടുത്തു. അടുത്തത് 1 ആണ് റോ 2ലുള്ള ആള്. 1 implies 1 - 2 × 1ന് നേരെ മുകളിലുള്ള ഫസ്റ്റ് റോയിലെ എൻട്രി 4. 1 - 2 × 4 1 - 8 ഈക്വൽ ടു -7. സോ ഇവിടെ ആര് വരും? -7 വരും. റെഡി. അടുത്ത ഇതേപോലെ നമുക്ക് R3നെ ചെയ്യണം. R3ൽ ഇതാ ഫസ്റ്റ് 1 എടുത്തു. 1 - 1 R3 -R1 ആണ്. റോ 3യെ റോ 3ൽ നിന്ന് റോ 1 മൈനസ് ചെയ്യുക. 1 - 1 0. അതുപോലെ ചെയ്യണമെന്നില്ലല്ലോ, ജസ്റ്റ് പറഞ്ഞു പോവാണേ. -2 -2 എന്ന് വരും. -2 2 മൈനസ് ചെയ്താൽ -4 എന്ന് വരും. 0 - -1 ആണ് അല്ലെ? R3ൽ 0, R1ൽ -1. 0 മൈനസ് അല്ലെ? 0 എന്ന് സംഭവിക്കുന്നു. 0 implies 0 - -1. അപ്പൊ ആരാ? +1 ആണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? +1. അടുത്തത് -3 ആ. -3ക്ക് എന്ത് സംഭവിക്കും? -3യെ നമ്മൾ എന്ത് ചെയ്യണം? -3ൽ നിന്നും അതിന്റെ കറസ്പോണ്ടിങ് R1 ആയ 4നെ മൈനസ് ചെയ്യുക. അപ്പൊ -7 എന്ന് വരും. സോ ഇവിടെ നമുക്ക് എന്തെന്ന് കിട്ടി? -7 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണേ? സോ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ രണ്ടാമത്തെയും മൂന്നാമത്തെയും റോ എക്സാക്ട്ലി സെയിം ആണെന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരു ഓപ്പറേഷനും കൂടെ ഞാൻ ഇവിടെ കൊടുക്കുവാണ്. ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഓപ്പറേഷൻ ഇപ്പൊ കിട്ടിയ R3യെ ഞാൻ എന്ത് ചെയ്യുവാണ്? R3 - R2 ചെയ്യുവാണ്. R3ൽ നിന്നും R2 മൈനസ് ചെയ്യും. അപ്പൊ ഫസ്റ്റത്തെ 2 റോകൾക്ക് മാറ്റമില്ല. 1 2 - 1 4. 1 2 - 1 4 അവിടെ ഉണ്ട്. രണ്ടാമത്തത് 0 - 4 1. 0 - 4 1 7. 7 -7 ആയിരുന്നല്ലോ. -7. സോ R3ൽ നിന്നും R2 ആണ് മൈനസ് ചെയ്യുന്നത്. അപ്പോ 0 - 0 0 -4 -4 0 1 - 1 0 -7 -7 0 എന്ന് കിട്ടും ലാസ്റ്റത്തെ റോ. അപ്പോ ഇങ്ങനെ 0 0 0 0 എന്ന് എനിക്ക് എഴുതാം. സോ ഇത് നമ്മുടെ എ എന്ന് പറയുന്ന പാർട്ട്. ഇത് കംപ്ലീറ്റ് ആണ് AB എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മെട്രിക്സ്. അപ്പൊ നമുക്ക് റാങ്ക് ഓഫ് എ ഒന്ന് എഴുതി നോക്കാം. റാങ്ക് ഓഫ് എ എത്രയാ? റാങ്ക് ഓഫ് ഇതാ ഈ ഒരു മെട്രിക്സ്, ഈ ഭാഗം മാത്രം, ഈ വരയുടെ ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി, ലെഫ്റ്റ് സൈഡ്. ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് എത്രയാണുള്ളത്? 1 2 2 പേരാണ് അല്ലെ? അപ്പൊ ഇതിന്റെ റാങ്ക് 2 ആന്ന് പറയാം. ഇനി റാങ്ക് ഓഫ് എ ബി ചെയ്യാം. റാങ്ക് ഓഫ് എ ബി നോക്കൂ, നമ്മുടെ വലിയ മെട്രിക്സ് ഇവിടെ നോക്കൂ. ഇതിന്റെ റാങ്ക് എത്ര തന്നെയാ? 1 2. 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസേ ഉള്ളൂ, അല്ലെങ്കിൽ നോൺ സീറോ റോസേ ഇവിടെയും ഉള്ളൂ. അപ്പൊ ഈ റാങ്ക് ഓഫ് എ ബിയും എന്താണ്? 2 ആണ്. അപ്പോ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആണെന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആയാൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഉറപ്പാണ്. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അത് യുണീക് സൊല്യൂഷൻ ആണോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ നോക്കിയാൽ മതി. നോ സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം തെറ്റാണ്. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആയതുകൊണ്ട് നോ സൊല്യൂഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. ഇനി ഒറ്റ സൊല്യൂഷൻ ആണോ, ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ ഉള്ളത്? ഇതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം നമ്പർ ഓഫ് അൺനോൺസ് ആണ്. ഇവിടെ എത്ര അൺനോൺസ് ഉണ്ടായിരുന്നു ഇക്വേഷനിൽ നിന്ന് നോക്കിക്കേ. എത്ര ഇക്വേഷനിൽ എത്ര അൺനോൺസ് ഉണ്ട്? നമുക്കറിയാത്ത എത്ര പേരുണ്ട്? എക്സ് വൈ സെഡ് 3 പേരുണ്ട് അല്ലെ? നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 3 ആണ്. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആണ്, പക്ഷെ അത് ആരെക്കാളും ചെറുതാ? നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും ചെറുതാ. കാരണം റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും 2 ആണ്, അത് ആരെക്കാളും കുറവാണ്? 3നേക്കാളും നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് അൺനോൺസ് ഈ റാങ്ക് ഓഫ് എക്കും എ ബിക്കും ഈക്വൽ ആയാൽ ഒറ്റ സൊല്യൂഷൻ ഉണ്ടാവത്തുള്ളായിരുന്നു. പക്ഷെ ഇവിടെ അല്ല. റാങ്ക് ഓഫ് എയും എ ബിയും ആരെക്കാളും ചെറുതാ? അൺനോൺസിനേക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റെഡി ആണേടാ? ക്ലിയർ അല്ലേ? ഇങ്ങനെയുള്ള ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. സോ മനസ്സിലാക്കിക്കൊള്ളുക, റെഡിയാക്കുക. എസ്ലോൺ ഫോമിൽ കൺവേർട്ട് ചെയ്യുന്നത് പഠിക്കണം. പിന്നെ കണ്ടീഷൻ പഠിക്കണം. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ അല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കി വെക്കണം. റെഡി? സെറ്റ് ആണേടാ? റെഡി? ഓക്കെ, അടുത്ത ചോദ്യം നോക്കടാ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. If A equal to set PQR and B equal to ABCD, then the number of functions possible from A to B. Number of functions F from A to B. A യിൽ നിന്ന് B യിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന number of functions കാണാനുള്ള ഫോർമുല അറിയുമോടാ? number of B raised to number of A.
എയിൽ നിന്ന് ബിയിലേക്ക് എത്ര ഫങ്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എലമെന്റ്സ് ബിയിലുണ്ട് അതിന്റെ പവറിൽ ആര് എടുക്കുക, എത്ര എലമെന്റ്സ് എയിലുണ്ട് അതിനെ എടുക്കുക. അപ്പൊ ഇവിടെ നമുക്കറിയാം ഫംഗ്ഷൻ എയിൽ എത്ര എലമെന്റ്സ് ആ, എൻ ഓഫ് എ എത്രയാ പറഞ്ഞോ, എൻ ഓഫ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 3 പേര്, ബിയിലോ 4 പേര്, എൻ ഓഫ് ബി 4 ഫോർമുലയിൽ കൊടുത്തോ 4⁻3 4 ഇൻറ്റു 4 ഇൻറ്റു 4 അല്ലേടാ അത് 64 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി. ഒന്നുമില്ല അല്ലെ, ആ ഫോർമുല അറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടാൽ എത്ര സന്തോഷം വരും എക്സാം ഹാളിൽ നിന്ന് അല്ലെ. അപ്പോ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി എന്താണ്, എൻ ഓഫ് ബി റേസ് ടു എൻ ഓഫ് എ ആണ്. നേരെ തിരിച്ചാന്ന് വിചാരിച്ചോ, ഫംഗ്ഷൻസ് ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിലോ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം ബി ടു എ ആണെങ്കിൽ എൻ ഓഫ് എ റേസ് ടു എൻ ഓഫ് ബി ആണ് നമ്പർ ഓഫ് ഫംഗ്ഷൻസ് കേട്ടോ. നമ്പർ ഓഫ് ഫംഗ്ഷൻസ് പറയുന്നത് മനസ്സിലാക്കുക. ഓക്കെ, നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബി റേസ് ടു നമ്പർ ഓഫ് എ ആണ്. ബി ടു എ ആണെങ്കിൽ നമ്പർ ഓഫ് എ റേസ് ടു നമ്പർ ഓഫ് ബി ആണ്. ആ കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. റെഡി ആണേ. അടുത്ത ചോദ്യം ഇതാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡ് എക്സ് ബൈ എക്സ്. ഇതാണ് നമ്മുടെ ചോദ്യം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡ് എക്സ് ബൈ എക്സ്. ഇത് കണ്ടുപിടിക്കണം. അപ്പൊ മോഡ് എക്സിന്റെ ഡെഫിനേഷൻ അറിയണം, അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ അറിയണം. എക്സ് മോഡ് എക്സ് എക്സ് തരും എപ്പോ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ, എക്സിന്റെ വാല്യൂ 0 അതിൽ കൂടുതലോ ആണെങ്കിൽ മോഡ് എക്സ് എക്സിന് തന്നെ ഈക്വൽ ആണ് അല്ലെ. മൈനസ് എക്സ് തരും എപ്പോ, എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ. ഈ ഡെഫിനേഷൻ പലർക്കും എപ്പോഴും കൺഫ്യൂഷൻ ആണ്. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. മോഡ് -5 നമുക്കറിയാം, മോഡിന്റെ ഉള്ളിൽ ആരെ നമ്മൾ ഇട്ടാലും പുറത്ത് പോസിറ്റീവ് വരത്തുള്ളൂ. -5ന്റെ മോഡുലസ് വാല്യൂ +5 ആണ്. ഇതിന് എനിക്ക് മൈനസ് ഓഫ് -5 എന്ന് എഴുതാം. ഇവിടെ എക്സ് ആരാ, -5 ആണ്. എക്സ് ഒരു നെഗറ്റീവ് നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് എന്താ, ഞാൻ എന്താ ചെയ്തേ, മൈനസ് ഓഫ് -5 അടുത്തേ, -5 ആണ് എക്സ്. സോ -x ആണ് ആര്, മോഡ് എക്സ്. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ നെഗറ്റീവ് കണ്ടിട്ട് അത് നെഗറ്റീവ് നമ്പർ ആണെന്ന് വിചാരിക്കരുത്. എക്സ് നെഗറ്റീവ് ആണ്, അതിന്റെ നെഗറ്റീവ് എടുത്താൽ പോസിറ്റീവ് കിട്ടും. അപ്പൊ മോഡിന്റെ ഉള്ളിൽ ആരെ നിങ്ങൾ എടുത്തോ അയാൾ പുറത്ത് തരുന്ന വാല്യൂ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ അയാളെ തന്നെ തരും, എക്സിനെ തന്നെ തിരിച്ചു തരും. എക്സ് നെഗറ്റീവ് ആണെങ്കിലോ -5 പോലെ നെഗറ്റീവ് ആയ ഒരു സംഖ്യ ആണെങ്കിൽ അയാളുടെ നെഗറ്റീവ് എടുക്കും. നെഗറ്റീവ് നമ്പറിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ -x ആരായിരിക്കും, ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പൊ ഇതറിയാതെ കുറെ പേരുണ്ട്, കൺഫ്യൂഷൻ ഉള്ളവരുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് അത് അവിടെ ഞാനൊന്ന് മെൻഷൻ ചെയ്തത് കേട്ടോ. അത് പറയേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല, ജസ്റ്റ് ആ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു പോയാൽ മതി. മോഡ് എക്സ് ബൈ എക്സ് നോക്കിയാലോടാ. മോഡ് എക്സ് ബൈ എക്സ് നോക്കോ, മോഡ് എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, എക്സ് ഈക്വൽ ടു 0 ഇവിടെ പറയാൻ പറ്റൂല, കാരണം ഡിനോമിനേറ്റർ എക്സ് ആയതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മോഡ് എക്സ് ബൈ എക്സിന്റെ വാല്യൂ, മോഡ് എക്സ് എക്സ് ആണ്, എക്സ് ബൈ എക്സ് എന്ന് വരും അല്ലെ. എക്സ് ഗ്രേറ്റർ ദാൻ 0 മോഡ് എക്സ് എക്സ് ആണ്. അപ്പൊ മോഡ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എക്സ് ആ വരിക. അങ്ങനെയാണെങ്കിൽ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മോഡ് എക്സ് -x ആണ്, ബൈ എക്സ് എന്ന് ഇട്ട് കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 if x greater than 0 -1 if x less than 0. ഇത് അറിഞ്ഞിരിക്കാം. മോഡ് എക്സ് ബൈ എക്സ് 1 എന്ന് പറയുന്ന വാല്യൂ തരും എപ്പോ, എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ 1 വരും, നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ മോഡ് എക്സ് ബൈ എക്സ് എന്ത് വാല്യൂ തരും, -1 തരും. നമുക്ക് ലിമിറ്റ് എടുക്കാം. ഓക്കെ, നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് മോഡ് എക്സ് ബൈ എക്സ് എടുക്കാം. അതായത് എക്സ് 0 ഉണ്ട് ഇവിടെ, എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യാണ് 0ലേക്ക്. എക്സിന്റെ വാല്യൂസ് എല്ലാം 0യുടെ ലെഫ്റ്റ് സൈഡിലാണ്, അതായത് എവിടെയൊക്കെ എക്സ് ലെസ് ദാൻ 0 ആണ്. ഈ കേസിൽ നമുക്ക് എന്ത് ലിമിറ്റ് കിട്ടുമെന്ന് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് മോഡ് എക്സ് ബൈ എക്സ് നമുക്കറിയാം, എക്സ് ഇപ്പൊ നെഗറ്റീവ് നമ്പേഴ്സിലൂടെയാണ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ആ നെഗറ്റീവ് നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മോഡ് എക്സ് ബൈ എക്സിന്റെ വാല്യൂ -1 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ മോഡ് എക്സ് ബൈ എക്സ് ആയി ആരെ കൊടുത്തു, -1 കൊടുത്തു. അപ്പൊ മോഡ് എക്സ് ബൈ ഒരു മിനിറ്റ് തന്നെ ഇരിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡ് എക്സ് ബൈ എക്സിന്റെ വാല്യൂ എന്താണ്, -1 ആണ്. കാരണം എക്സിന്റെ വാല്യൂസ് നെഗറ്റീവ് ആണ് നമ്മൾ എടുത്തത്, അവിടെ മോഡ് എക്സ് ബൈ എക്സിന്റെ വാല്യൂ -1 ആയതുകൊണ്ട് ലിമിറ്റിന്റെ വാല്യൂ എന്ത് തന്നെ കിട്ടും, -1 തന്നെ കിട്ടും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് മോഡ് എക്സ് ബൈ എക്സ് എടുക്കാം. 0 എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കൂടെ നമ്മൾ 0ലേക്ക് അപ്രോച്ച് ചെയ്യാണ്, അവിടെ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. പോസിറ്റീവ് നമ്പേഴ്സിലൂടെയാണ് നമ്മൾ 0ലേക്ക് എന്ത് ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്യുന്നത്. അവിടെ നമുക്കറിയാം മോഡ് എക്സ് ബൈ എക്സിന്റെ വാല്യൂ 1 ആണ്. ഇവിടെ നമുക്ക് എന്ത് ലഭിക്കുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് മോഡ് എക്സ് ബൈ എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് മോഡ് എക്സ് ബൈ എക്സ്. ഈ രണ്ട് ലിമിറ്റുകൾ LHL ഉം RHL ഉം നമുക്ക് ഡിഫറെന്റ് ആണ് കിട്ടുന്നത്. LHL ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ലിമിറ്റ് നമുക്ക് -1 എന്നും, റൈറ്റ് സൈഡിൽ നിന്നുള്ള ലിമിറ്റ് നമുക്ക് +1 എന്നാണ് കിട്ടുന്നത്. LHL ഉം RHL ഉം ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലിമിറ്റ്
ഡസന്റ് എക്സിസ്റ്റ്. ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ലടാ, എക്സിസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് ലഭിക്കുക. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡ് എക്സ് ബൈ എക്സിന്റെ ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം LHL ഉം RHL ഉം നമുക്ക് ഡിഫറെന്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, റെഡി, സെറ്റ് ആണ്. അടുത്തൊരു ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്റഗ്രൽ ഇതാണ്. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 dx. ഇത് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇത് എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഇങ്ങനെ വിചാരിക്കാതെ അതിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പൊ നമ്മൾ ഇതാ റൂട്ട് ഇവിടെ കിടക്കുന്നു, റൂട്ടിന്റെ ഉള്ളിൽ x-1 വന്നതാണ് ബുദ്ധിമുട്ട്. അവിടെ അതാണ് ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ x-1 u എന്ന് വിളിച്ചു. x-1 ഞാൻ u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എനിക്ക് എക്സിനെ 1 + u എന്ന് വിളിക്കാനായിട്ട് പറ്റും. എക്സിനെ എനിക്ക് എന്ത് വിളിക്കാം, 1 + u എന്ന് വിളിക്കാം. അപ്പോ അതിനനുസരിച്ചിട്ട് എന്റെ ഇന്റഗ്രലിൽ മാറ്റം വരും. എക്സ് 1 + u ആയതുകൊണ്ട് dx എന്ന് പറഞ്ഞാൽ du ആയിരിക്കും അല്ലെ. dx എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അതുകൊണ്ട് dx ഉം du എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി ഈ ഇന്റഗ്രലിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 dx is equal to ഇന്റഗ്രൽ എക്സ് ഇവിടെ നമ്മൾ 1 + u എന്ന് എടുത്തോണ്ട് എക്സ് സ്ക്വയർ ആ ടേമിൽ മാറ്റാം. 1 + u ആണ് എക്സ്. അപ്പൊ 1 + u ന്റെ സ്ക്വയർ ഇൻറ്റു റൂട്ട് x-1 നമ്മൾ u ആയിട്ട് എടുത്തു. u എന്ന് വരും. dx ഉം du ഉം ഈക്വൽ ആയതുകൊണ്ട് dx-ന് പകരം നമുക്ക് du ഇട്ട് കൊടുക്കാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, എക്സ്പാൻഡ് ചെയ്യാം. 1 + u ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a + b ഹോൾ സ്ക്വയർ എന്താ, a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab ആണ്. അത് വെച്ചിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. 1 + 2u പ്ലസ് u സ്ക്വയർ ഇൻറ്റു റൂട്ട് u എന്ന് പറഞ്ഞാൽ u⁻1/2 ആണ് കേട്ടോ. റൂട്ട് u എന്ന് പറഞ്ഞാൽ u⁻1/2 ആണ്. du എന്ന് ഇട്ട് കൊടുക്കുക. ആൻഡ് ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ 1 × u⁻1/2 എന്ന് പറഞ്ഞാൽ u⁻1/2 എന്ന് വരും. പ്ലസ് 2 ഉണ്ട്, 2 × u × u⁻1/2 പ്ലസ് u സ്ക്വയർ × u⁻1/2 എന്നിട്ട് ഒരു du കൂടെ വരും. റെഡിയാണോ? ആൻഡ് ഇവിടെ നോക്കൂ, u എന്ന് പറഞ്ഞാൽ u⁻1 ആണ്. u⁻1 × u⁻1/2 നമുക്കൊന്ന് മാറ്റണം. u⁻1/2 പ്ലസ് 2 × ഇവിടെ എന്ത് വരും, u⁻1 × u⁻1/2 1 എന്ത് വരുന്ന u⁻1 × u⁻1/2 ഈക്വൽ ടു u⁻1 + 1/2 എന്ന് വരും. അതായത് u⁻3/2 എന്ന് വരുന്നത്. സോ ഇവിടെ നോക്കിയോ, 2 × u⁻3/2 പ്ലസ് u സ്ക്വയർ × u⁻1/2 that is equal to u⁻2 plus half that is equal to u⁻5/2 എന്ന് വരും. അത് ഇവിടെ കൊടുക്കുക, u⁻5/2 ആൻഡ് du. ഇന്റഗ്രേറ്റ് ചെയ്യാലോ. ഇന്റഗ്രൽ x⁻n dx എന്നാൽ ആരാ, x⁻n+1/n+1 ആണ്. അപ്പൊ അത് ഇവിടെ കൊടുക്കണം. ഇവിടെ n-ന് പകരം u⁻½ n-ന് പകരം 1 ആണ്. സോ അതിന്റെ ഇന്റഗ്രൽ വരെ u⁻1/2 + 1/1/2 + 1 എന്നാണ്. പ്ലസ് 2 × u⁻3/2 ഇന്റഗ്രൽ u⁻3/2 + 1/3/2 + 1 പ്ലസ് u⁻5/2 ഇന്റഗ്രൽ u⁻5/2 + 1/5/2 + 1 പ്ലസ് ഒരു സിയും കൂടെ ഇട്ട് കൊടുക്കുക. ആൻഡ് നമുക്കതും ചെയ്യാം. 1/2 + 1 എന്നാൽ 3/2 ആണ് കേട്ടോ. അപ്പൊ u⁻3/2 പ്ലസ് 2 × ഇവിടെ 2 × ഉണ്ട്, 2 × u⁻3/2 + 1 എന്ന് പറഞ്ഞാൽ 1-നെ 2/2 ആയി കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ 3/2 + 2/2 ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. 3 + 2 5 വരും, 5/2 വരും. അപ്പോൾ u⁻3/2 + 1-നെ നമുക്ക് u⁻5/2 എന്ന് എഴുതാം. u⁻5/2 താഴെയും 5/2 ആണുള്ളത്. പ്ലസ് അടുത്ത ടേം u⁻5/2 + 1 ആണ്. 1-നെ 2/2 എന്ന് എഴുതിയ 5/2 + 2/2 എന്ന് വരും. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 5 + 2/2 എന്ന് വരും. അതായത് 7/2 എന്ന് വരും. ഓക്കെ, അപ്പൊ u⁻7/2 + c എന്ന് വരും. ആൻഡ് നമുക്കറിയാം u⁻3/2/3/2 ആണ്. 3/2 നമുക്ക് തിരിച്ചെഴുതാലോ. അപ്പൊ 2/3 എന്ന് എഴുതാം. അതിനെ 2/3 × u⁻3/2 എന്ന് എഴുതാം. പ്ലസ് 2 × അവിടെ ഉണ്ട്. 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 2/5 എന്ന് എഴുതാം. u⁻5/2 പ്ലസ് 7/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 2/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. × 7/2 എന്ന് വരും. u⁻7/2 + c എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, യുവിന്റെ വാല്യൂ കൊടുക്കാം. യു ആരായിരുന്നു നോക്കിക്കോളൂ. നമ്മൾ യു എന്ന് പറഞ്ഞിട്ട് എടുത്തത് ആരെയായിരുന്നു, x-1 ആയിരുന്നു. അത് തിരിച്ചു കൊടുക്കാം. 2/3 x-1 പ്ലസ് 4/5 x-1 5/2 പ്ലസ്
2/7 x minus 1 raised to 7/2 plus c എന്ന് വരും. ആൻഡ് ആൻസറിലേക്ക് നോക്കാം. ഇവിടെ 7/2 വരുന്ന ടേം ആണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഇത് രണ്ടും അല്ല, 7/3യും 7/5ഉം കണ്ടപ്പോൾ തന്നെ നമുക്ക് അതിനെ ഒന്ന് ക്യാൻസൽ ചെയ്യാം. 7/2, 5/2, 3/2 കണ്ടോ, ഇവിടെ 3/5 എടുത്തിട്ടുണ്ട്. അപ്പം ഇതും അല്ലാതെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. 2/7 x minus 1 raised to 7/2 plus 4/5 x minus 1 raised to 5/2 plus 2/3 x minus 1 raised to 3/2 plus ഇതാണ് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടിയത്. നമ്മൾ ആദ്യം 2/3 x minus 1 raised to 3/2 എന്ന് എഴുതി തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഓർഡർ ഒന്നും പ്രശ്നമില്ലല്ലോ. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. അത് തന്നെയാണ് ഓപ്ഷൻ എ. അപ്പൊ ഓക്കെ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രൽസ് പെർഫോം ചെയ്യുക. ഇത് നോക്കിയിരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. സോ നമ്മുടേതായ രീതിയിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്കൊരു വീഡിയോയും കൂടെ ചെയ്യാം ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. ഓക്കെ, ബൈ.